നമസ്കാരം. നമ്മളിലെ ഭൂരിഭാഗം പേരും ഇന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായി കടയിലേക്ക് പോകുമ്പോൾ പേഴ്സ് എടുക്കാൻ മറന്നാലും മൊബൈൽ ഫോൺ എടുക്കാൻ മറക്കാറില്ല എന്നതാണ് ഒരു വാസ്തവം. കാരണം ഒരു ചായ കുടിച്ചാലും പലചരക്ക് സാധനങ്ങൾ വാങ്ങിയാലും നമ്മൾ പണം നൽകുന്നത് UPI വഴിയാണല്ലോ. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന തികച്ചും സൗജന്യമായ ഈ UPI സേവനങ്ങൾക്ക് ഉടൻ തന്നെ ഫീസ് വന്നേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതിനുള്ള നിയമപരമായ നീക്കങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നു കഴിഞ്ഞു. എന്നാൽ ഇതിലും വലിയൊരു അമ്പരപ്പിക്കുന്ന കാര്യം എന്താണെന്നോ, ഈ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും? ഇന്ത്യയിൽ നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ അമേരിക്കയ്ക്ക് എന്താണ് ഇത്ര കാര്യം? ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ലളിതമായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി എന്താണ് ഈ പുതിയ നിയമം എന്ന് നോക്കാം. 2026 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഒരു സുപ്രധാന ബില്ല് പാസാക്കി. നികുതിയും മറ്റു നിയമങ്ങളും ബിൽ 2026. ഇതുവഴി 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിലെ സെക്ഷൻ 10A മാറ്റം വരുത്തിയിരിക്കുന്നത്. മുൻപ് UPI വഴിയോ റുപേ ഡെബിറ്റ് കാർഡ് വഴിയോ ഉള്ള ഓൺലൈൻ ഇടപാടുകൾക്ക് ഫീസ്, അതായത് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR ഈടാക്കാൻ ബാങ്കുകൾക്ക് നിയമപരമായി യാതൊരു അവകാശവും ഇല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നതോടെ ഈ തടസ്സം മാറി. ഭാവിയിൽ UPI ഇടപാടുകൾക്കുമേൽ ഫീസ് ഏർപ്പെടുത്താൻ സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്നതാണ് ഈ പുതിയ നിയമം. എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അത് പറയാം. ഇന്ത്യയിലെ UPI വളർച്ച അത്രത്തോളം വലുതാണ്. 2026 ജൂലൈ മാസത്തിൽ മാത്രം ഇന്ത്യയിൽ നടന്നത് 23.66 ബില്യൺ, അതായത് 2366 കോടി ഇടപാടുകളാണ്. കൈമാറ്റം ചെയ്യപ്പെട്ടതാകട്ടെ 29.88 ലക്ഷം കോടി രൂപയും. ഇത്രയും വലിയൊരു സംവിധാനം സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാൻ ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരും. അത് സ്വാഭാവികമാണല്ലോ. നിലവിൽ ഈ തുക അവർക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവർ പണം നൽകുക എന്ന മാതൃകയിലേക്ക് മാറേണ്ടി വരുമെന്ന് റിസർവ് ബാങ്കും സർക്കാരും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ്. ഇത് വെറുമൊരു ആഭ്യന്തര സാമ്പത്തിക വിഷയം മാത്രമല്ല. ഇതിന് പിന്നിൽ അമേരിക്കയുടെ വലിയൊരു വ്യാപാര സമ്മർദ്ദം കൂടിയുണ്ടെന്ന് പറയപ്പെടുന്നു. USTR 2026 മാർച്ചിൽ പുറത്തിറക്കിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ UPI സംവിധാനത്തെ ഒരു വിദേശ വ്യാപാര തടസ്സമായി, അതായത് ഫോറിൻ ട്രേഡ് ബാരിയറായി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ കാരണം എന്താണെന്നോ, ഇന്ത്യയിൽ UPI തികച്ചും സൗജന്യമായതുകൊണ്ട് അമേരിക്കൻ കുത്തക കമ്പനികളായ വിസ, മാസ്റ്റർ കാർഡ് എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലത്രേ. കാർഡ് ഇടപാടുകളിലൂടെ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഇന്ത്യക്കാർ UPI ഉപയോഗിച്ചത് മൂലം നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സമഗ്ര വ്യാപാര കരാർ ഒപ്പിടാൻ പോകുന്ന ഈ സമയത്ത് അമേരിക്കൻ കമ്പനികളെ സഹായിക്കാനായി ട്രംപ് ഭരണകൂടം നൽകിയ കടുത്ത സമ്മർദ്ദമാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിൽ എന്നാണ് സാമ്പത്തിക വിദഗ്ധരും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത്. എന്നാലോ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടുമില്ല. ഇന്ത്യക്കെതിരെ മാത്രമല്ല, സ്വന്തമായി സൗജന്യ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ബ്രസീൽ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക സമാനമായ ഭീഷണികൾ മുൻപും മുഴക്കിയിട്ടുണ്ട്. തങ്ങളുടെ വാക്ക് കേൾക്കാതിരുന്ന ബ്രസീലിന് മേൽ 25% ഇറക്കുമതി നികുതിയാണ് അമേരിക്ക പ്രതികാരമായി ചുമത്തിക്കളഞ്ഞത്. ഈ ഭയം കാരണമാകാം ഒരുപക്ഷെ ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങുന്നത് എന്ന് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും: ഇനി ഞാൻ കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അധികമായി പണം വല്ലതും നഷ്ടപ്പെടുമോ? കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത് ഈ ഫീസ്, അതായത് MDR എന്നാണ് ഇതിന് പറയുന്നത്, ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് ഈടാക്കില്ല എന്നാണ്. പകരം വ്യാപാരികളിൽ നിന്നാകും ഈടാക്കുക. അതും എല്ലാ വ്യാപാരികൾക്കും ഇത് ബാധകമല്ലെന്നും കേൾക്കുന്നു. വർഷത്തിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള വലിയ വ്യാപാരികൾക്കും 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കുമായിരിക്കും പ്രധാനമായും ഫീസ് വരികയെന്ന് അറിയുന്നു. ചെറിയ കടക്കാർക്കോ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയക്കുന്ന പണത്തിനോ ഫീസ് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എങ്കിലും ഈ വിഷയത്തിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. എങ്കിലും സാമ്പത്തിക വിദഗ്ധർ ഒരു വലിയ ആശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു സാധനം വിൽക്കുമ്പോൾ വലിയ വ്യാപാരികൾക്ക് ബാങ്കിലേക്ക് ഒരു ഫീസ് നൽകേണ്ടി വന്നാൽ ആത്യന്തികമായി അവർ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും. അതായത് വിലക്കയറ്റത്തിലൂടെ പരോക്ഷമായി ആ പണം നമ്മൾ ഉപഭോക്താക്കൾ തന്നെ ആ വ്യാപാരിക്ക് നൽകേണ്ടതായിട്ട് വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ UPI പൂർണ്ണമായും സൗജന്യമായിരുന്ന ഒരു സുവർണകാലം അവസാനിക്കാൻ പോവുകയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക പരമാധികാരവും അമേരിക്കൻ കമ്പനികളുടെ വാണിജ്യ താല്പര്യങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? UPIക്ക് ഫീസ് ഏർപ്പെടുത്തുന്നത് നിങ്ങൾ അനുകൂലിക്കുമോ?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള കൂടുതൽ വിഷയങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.